നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിശ്രുത വധുവും കാമുകനും ചേർന്ന യുവ വ്യവസായി കേതൻ അഗർവാളിനെ പൂനെയിൽ കൊലപ്പെടുത്തിയ സംഭവം. ഈ കൊലപാതകത്തെക്കുറിച്ച് രാജ്യവ്യാപകമായി ഉയർന്നു വരുന്നത് വലിയ ചർച്ചകളാണ്. ഒരു കൊലപാതക കേസ് എന്നതിലുപരി സമ്പന്നനായ ഒരു യുവ വ്യവസായിയെ എന്തിന് പ്രതിശ്രുത വധു കൊന്നു? കാമുകനൊപ്പം ജീവിക്കാൻ എന്തിന് കൊലപാതകം? അവരുടെ രഹസ്യപ്രണയത്തിലെ മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെ? ഈ കേസിൻ്റെ ചുരുൾ നിവരുമ്പോൾ അത്യന്തം ദുരൂഹമാണ് പല കാര്യങ്ങളും. കേതൻ അഗർവാളിനെ ആസൂത്രിതമായി പ്രതിശ്രുത വധുവും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയതിൻ്റെ ചുരുൾ നിവരുകയാണ്. സിയ ഗോയലിൻ്റെ പ്രണയബന്ധം മാത്രമല്ല, കേതനോട് മറ്റ് ചില ഇഷ്ടക്കേടുകളും സിയയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അവൾ ഇഷ്ടക്കേടുകൾ കേതന് മുന്നിൽ പ്രകടിപ്പിച്ചില്ല. വിചിത്രമാണ്, പോലീസിന് മുന്നിൽ സിയ ഗോയൽ നടത്തിയ പല വെളിപ്പെടുത്തലുകളും. കേതന് വിക്കും മുടികൊഴിച്ചിലുമുണ്ടായിരുന്നു. കേതനെ കൊലപ്പെടുത്താൻ പ്രതിശ്രുത വധു സിയ ഗോയലിനെ അവരുടെ കാമുകൻ ചേതൻ ചൗധരി നിർബന്ധിച്ചു എന്നാണ് സിയയുടെ മൊഴി. ഇക്കാര്യത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി. സിയയുമായുള്ള ഫോൺ സംഭാഷണങ്ങളും സ്വകാര്യ സന്ദേശങ്ങളും ചേതൻ റെക്കോർഡ് ചെയ്തിരുന്നു. കേതനെ കൊലപ്പെടുത്തിയില്ലെങ്കിൽ ഇവ കേതൻ്റെയും സിയയുടെയും വീട്ടുകാർക്ക് മുന്നിൽ നൽകുമെന്നായിരുന്നു ചേതൻ ഭയപ്പെടുത്തിയത്. സിയയുമായി ഒളിച്ചോടാൻ ചേതൻ ആദ്യം പദ്ധതിയിട്ടു. എന്നാൽ കേതനെ കൊലപ്പെടുത്തിയതിനു ശേഷം മാത്രം നമുക്കൊരുമിച്ചൊരു ജീവിതം മതി എന്ന് പിന്നീട് ചേതൻ തന്നെയാണ് വാശി പിടിച്ചത് എന്ന് സിയ പറയുന്നു. അതിസമ്പന്നരായ കേതൻ്റെ കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കി പിന്നീട് ജീവിതം തുടങ്ങാം എന്നാണ് ചേതൻ ചൗധരി പദ്ധതിയിട്ടത്. മുടികൊഴിച്ചിൽ കാരണം വിഗ് ഉപയോഗിച്ചിരുന്നു കേതൻ. വിഗ് മാറ്റി കേതനെ കാണുന്നത് തനിക്കിഷ്ടമല്ല എന്നാണ് സിയ പോലീസിനോട് പറഞ്ഞത്. കേതൻ വിഗ് ഉപയോഗിക്കുന്നതും സംസാരത്തിൽ വിക്കുള്ളതും തനിക്ക് കേതനോടുള്ള അനിഷ്ടത്തിന് കാരണമായി. കേതൻ വിഗ് ധരിക്കുന്ന വിവരം നേരത്തെ തന്നെ സിയോട് കേതൻ തുറന്നു പറഞ്ഞിരുന്നു. സിയുടെ വീട്ടുകാരെയും ഇക്കാര്യം അറിയിച്ചിരുന്നു. വിഗ് ഇഷ്ടമല്ല എന്ന കാരണത്താൽ ഒരാളെ കൊലപ്പെടുത്തുമോ എന്നാണ് കേതൻ അഗർവാളിൻ്റെ പിതാവ് വിശാൽ അഗർവാൾ പോലീസിനോട് ചോദിക്കുന്നത്. സിയാണ് ലോഹഗഡിലെ കോട്ടയിലേക്ക് ട്രെക്കിങ്ങിന് നിർബന്ധിച്ച് കേതനെ കൂട്ടിക്കൊണ്ടുപോയത്. ചുരുക്കത്തിൽ ആസൂത്രണത്തിൻ്റെ പിൻ പോയിന്റ് സിയിലെത്തി നിൽക്കുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു കേതൻ്റെയും സിയയുടെയും വിവാഹ നിശ്ചയം. ഈ വരുന്ന നവംബറിൽ ഉദയപൂരിൽ വെച്ച് അത്യാഡംബരപൂർവ്വം വിവാഹം നടത്താനുള്ള തീരുമാനം ഇരു വീട്ടുകാരും കൈക്കൊണ്ടു. പുറമേക്ക് കേതനെ ചങ്ക് പോലെ സ്നേഹിക്കുന്ന സിയെ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിലൊക്കെ കേതനും സിയയും നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച. കേതന് സംസാരിക്കാനുള്ള ഒരു വൈകല്യമുണ്ട്. ഇതിരു വീട്ടുകാർക്കും അറിവുള്ള കാര്യം. ഇതൊരു സാധാരണ അവസ്ഥ മാത്രമായാണ് സിയയുടെ വീട്ടുകാരും കേതൻ്റെ വീട്ടുകാരും കണ്ടത്. എന്നാൽ വിചിത്രമായ കാര്യങ്ങളാണ് സിയ ഇപ്പോൾ പോലീസിനോട് പറയുന്നത്. കുടുംബത്തെ വേദനിപ്പിക്കാതിരിക്കാൻ തൻ്റെ ഇഷ്ടക്കേടുകൾ വീട്ടുകാരോട് തുറന്നു പറഞ്ഞില്ല. തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് കേതനോട് തുറന്നു പറഞ്ഞുവെന്നാണ് സിയ പോലീസിനോട് പറയുന്നത്. എന്നാൽ ഇത് പോലീസ് വിശ്വസിക്കുന്നില്ല. കേതനുമൊത്ത് സിയ ചിരിച്ച് കളിച്ച് നടക്കുന്നതിൻ്റെ ഇഷ്ടം പോലെ വീഡിയോ അവൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. കേതനുമായി സിയ നടത്തിയ ചാറ്റുകൾ ഈ വാദത്തിന് വിരുദ്ധമാണ് എന്ന് പോലീസ് കണ്ടെത്തി. എല്ലാ ദിവസവും കേതന് ഇഷ്ടം പോലെ മെസ്സേജുകൾ. ആ മെസ്സേജുകളിലേറെയും പ്രണയം തുളുമ്പുന്നവ. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളിലോ ചാറ്റുകളിലോ യാതൊരുവിധ തർക്കങ്ങളുമില്ല. വിവാഹത്തിൽ നിന്ന് പിന്മാറി കാമുകനൊപ്പം ഒളിച്ചോടിയാൽ ഇരു കുടുംബങ്ങളുടെയും അന്തസ്സിന് ഭംഗം വരുമെന്ന് സിയ ഭയപ്പെട്ടുവെന്നാണ് അവൾ പോലീസിനോട് പറഞ്ഞത്. കുടുംബങ്ങളെ വിഷമിപ്പിക്കാതെ കേതനെ വഴിയിൽ നിന്ന് ഒഴിവാക്കുക, അതുകൊണ്ടാണ് തങ്ങൾ കേതനെ കൊലപ്പെടുത്തിയത്. ഒരാളെ കൊലപ്പെടുത്തിയാൽ കുടുംബം സങ്കടപ്പെടാതിരിക്കുമോ എന്ന് പോലീസിൻ്റെ ചോദ്യത്തിന് സിയയ്ക്ക് ഉത്തരമില്ല. കാമുകൻ ചേതനുമായി ചേർന്ന് സിയ കേതൻ അഗർവാളിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയിടുന്നു. അതിസമ്പന്നനായ കേതനെ അവൾ പ്രണയപൂർവ്വം ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ഈ കൊടും ക്രൂരത ചെയ്തത്. ജൂൺ 14 അവനെ കൊല്ലാനുള്ള ആദ്യ പദ്ധതി പൊളിഞ്ഞു. ഒടുവിൽ ജൂൺ 18 പൂനെയിലെ ഒരു കഫേയിൽ വെച്ച് ചേതനും സിയയും ചേർന്ന് കേതനെ കൊലപ്പെടുത്താനുള്ള അവസാന പദ്ധതി തയ്യാറാക്കി. ലോഹഗഡ് കോട്ടയുടെ ഏത് ഭാഗത്തു നിന്ന് കേതനെ താഴേക്ക് തള്ളിയിടണം എന്നുവരെ ചേതൻ സിയയോട് പറഞ്ഞുകൊടുത്തു. അവർ ലോഹഗഡ് കോട്ട നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. ലോഹഗഡ് കോട്ടയിൽ CCTV ക്യാമറകൾ ഇല്ല എന്ന ധാരണയിലാണ് ഈ സ്ഥലം അവർ തെരഞ്ഞെടുത്തത്.
ഒടുവിൽ അന്നുച്ചയ്ക്ക് ഏകദേശം 3300 അടി ഉയരമുള്ള ലോഹഗഡ് കോട്ടയിലെ ഏറ്റവും അപകടകരമായ പോയിന്റിൽ കേതനെ എത്തിക്കുന്നു. കേതനെ കോട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും സിയ അവൻ്റെ കവിളിൽ ചുംബിക്കുന്നു, അവനെ ചേർത്ത് പിടിക്കുന്നു. ചേതൻ ഒരു ഹുഡിയിട്ട് അവരെ രഹസ്യമായി പിന്തുടരുന്നു. 33 ഡിഗ്രി ചൂടിലും തല മറച്ച ഹുഡി. CCTVയിൽ ഇത്തരമൊരു സാന്നിധ്യം കണ്ടതാണ് പോലീസിന് മറ്റൊരു സംശയമുണ്ടാവാനുള്ള മുഖ്യ കാരണം. കോട്ടയിലെത്തിയതിനു ശേഷം സിയ തറയിലിരിക്കും. അപ്പോൾ അവളുടെ അടുക്കൽ നിൽക്കുന്ന കേതനെ താഴേക്ക് തള്ളിയിടാൻ ചേതനെ പറഞ്ഞേർപ്പാട് ചെയ്തിരുന്നു സിയ. ഇതനുസരിച്ച് വൈകുന്നേരത്തോടെ കേതനെ അവർ താഴേക്ക് തള്ളിയിട്ടു. കേതൻ കാൽവഴുതി വീണു എന്നാണ് സിയ ആദ്യം പറഞ്ഞത്. സംശയം തോന്നിയ കേതൻ്റെ കുടുംബം പോലീസിനെ സമീപിച്ചതോടെയാണ് ക്രൂരതയുടെ ആ പിന്നാമ്പുറങ്ങൾ അനാവൃതമായത്. അറസ്റ്റിലായതിനു ശേഷം പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ രണ്ടുപേരുടെയും ശ്രമം. കൊലപാതകത്തിന് പിന്നിൽ സിയെ ആണെന്നും താൻ നിരപരാധിയാണെന്നും ചേതൻ. ഈ കൊലപാതകം മുഴുവൻ പദ്ധതിയിട്ടതും ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും ചേതനാണ് എന്ന് സിയ. കേതനെ കൊലപ്പെടുത്താനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടപ്പോൾ ചേതൻ തനിക്ക് മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞുവെന്നാണ് സിയ പോലീസിനോട് പറഞ്ഞത്. കേസന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കേതൻ അഗർവാളിൻ്റെ പിതാവ് വിശാൽ അഗർവാൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ നേരിൽ കണ്ടു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിശാൽ അഗർവാളിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. വലിയ ധനാഢ്യരാണ് വ്യവസായികളായ വിശാൽ അഗർവാളിൻ്റെ കുടുംബം. വിവാഹ ആഘോഷങ്ങൾക്കായി അവർ മാറ്റിവെച്ചത് ഏകദേശം 100 കോടി രൂപയോളം. 18 കോടി രൂപയുടെ ഒരു വലിയ കൊട്ടാരമാണ് വിവാഹാഘോഷങ്ങൾക്കായി അവർ ഉദയ്പൂരിൽ വാടകയ്ക്കെടുത്തത്. പൂരിയിൽ നിന്ന് ഉദയ്പൂരിലേക്ക് പറക്കാൻ ചാർട്ടേഡ് വിമാനങ്ങൾ. ഉറ്റ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയുമൊക്കെ അവർ വിവാഹത്തിന് ക്ഷണിച്ചു തുടങ്ങി. വിശാൽ അഗർവാളും കേതൻ്റെ അമ്മയും അവരുടെ വിവാഹത്തെക്കുറിച്ചേറെ സ്വപ്നങ്ങൾ നെയ്തു. കേതൻ തൻ്റെ പ്രണയഭാജനത്തെ ചേർത്ത് പിടിക്കുന്ന നിരവധി ദൃശ്യങ്ങളും കാഴ്ചകളും. വരാനിരിക്കുന്ന വിവാഹത്തിൻ്റെ ത്രില്ലിലായിരുന്നു സിയയുടെ മാതാപിതാക്കളും. സിയയുടെ കുടുംബം ഒരു ബേക്കറി നടത്തുകയാണ്. കേതനുമായുള്ള വിവാഹാലോചനകൾ തുടങ്ങി വിവാഹം ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ചേതനെ സിയ പരിചയപ്പെടുന്നത്. തൻ്റെ ബേക്കറിയിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനായി എത്തിയാൾ ഒരു ഉണക്കമുന്തിരി കച്ചവടക്കാരനാണ് ചേതൻ. മറുവശത്ത് വിവാഹമുറപ്പിച്ച സിയ കേതനുമായി വളരെ വലിയ അടുപ്പം പുലർത്തി. ഇതിനിടയിൽ കാമുകനെ വേണോ അതോ ഉറപ്പിച്ച വിവാഹം തന്നെ വേണോ എന്ന വലിയ സംശയം സിയയുടെ മനസ്സിൽ. അതിസമ്പന്നനായ കേതനെ ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന സംശയം. കേതനുമൊത്തുള്ള ദിവസങ്ങൾ വലിയ ആഘോഷങ്ങളാക്കി മാറ്റി സിയ. മറുവശത്ത് എപ്പോഴും കാമുകനെ വിളിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ ഏകദേശം 2500 മണിക്കൂറിലേറെ സമയമാണ് സിയ ചേതനുമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചത്. വല്ലാത്ത മനസ്സാണ് സിയയുടേത്. ഇക്കാര്യം പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നു. ചോദ്യം ചെയ്യലിൽ അതിവിദഗ്ധമായി അവൾ സംസാരിക്കുന്നു. തൻ്റെ മകൾ കുറ്റക്കാരിയെന്ന് തിരിച്ചറിഞ്ഞ സിയയുടെ മാതാപിതാക്കൾ പോലീസിനോടും സമൂഹത്തിനോടും പറയുന്നു അവൾക്ക് വധശിക്ഷ നൽകുക. കേതൻ അഗർവാളിനെ തങ്ങൾ ഒരു മകനെ പോലെയാണ് കണ്ടത്. അവനെ കൊലപ്പെടുത്തിയ അതേ കോട്ടയിൽ തൻ്റെ മകളെയും എത്തിച്ച് അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താനാണ് സിയയുടെ പിതാവ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത്. സിയയുടെ മാതാവും ഇതുതന്നെ പറയുന്നു. അവൾ തെറ്റുകാരിയാണെങ്കിൽ അവൾക്ക് വധശിക്ഷ നൽകൂ. മകൾക്ക് വധശിക്ഷ നൽകുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്നും കോടതി ഇതിൽ ഒട്ടും ഉപേക്ഷ വിചാരിക്കരുത് എന്നും പ്രവീൺ ഗോയൽ വ്യക്തമാക്കി. സിയ ഗോയലിൻ്റെ പിതാവാണ് പ്രവീൺ ഗോയൽ. വരാനിരിക്കുന്ന വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു ഇരു കുടുംബങ്ങളും. വലിയ വ്യവസായിയുടെ മകൻ തൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത് വലിയ സ്വപ്നമായി കണ്ടിരുന്നു. കേതൻ മരിച്ച് ആ മരണത്തിന് ഉത്തരവാദി തൻ്റെ മകളാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം പ്രവീൺ ഗോയൽ അപ്പോൾ തന്നെ ഹൃദയാഘാതം വന്ന് ICUവിലായി. സിയ മറ്റൊരു യുവാവുമായി പ്രണയത്തിലായിരുന്നു എന്നതിനെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരുവിധ അറിവുമുണ്ടായിരുന്നില്ല എന്നാണ് പിതാവും മാതാവും പറയുന്നത്. പ്രീ വെഡ്ഡിംഗ് യാത്രകൾക്കും ഷോപ്പിങ്ങിനും വലിയ തുക ചെലവഴിച്ചിരുന്നു സിയ എന്ന് സിയയുടെ മാതാപിതാക്കൾ പറയുന്നു. ഈ പണമത്രയും നൽകിയത് കേതനാണ്. സിയ വളരെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നുവെന്നും വിവാഹത്തിൻ്റെ കാര്യത്തിൽ അവൾ സന്തോഷവതിയായിരുന്നുവെന്നും തങ്ങൾ ധരിച്ചിരുന്നുവെന്ന് സിയയുടെ മാതാപിതാക്കൾ. വിവാഹത്തിന് അവൾക്ക് താല്പര്യമില്ല എന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ വിവാഹം ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നാണ് സിയയുടെ സഹോദരൻ പറയുന്നത്. 26-കാരനാണ് കേതൻ അഗർവാൾ. വലിയ ട്രെക്കിംഗ് വിദഗ്ധൻ.
അതുകൊണ്ട് തന്നെ ലോഹഗഡ് കോട്ടയിൽ കേതന് കാലിടറില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിന് ഉറപ്പായിരുന്നു. 4 ദിവസങ്ങൾക്ക് മുൻപ് അതേ ലോഹഗഡ് കോട്ടയിൽ കേതനെ എത്തിച്ച് സിയ അവനെ താഴേക്ക് തള്ളിയിട്ടിരുന്നു. എന്നാൽ മലയിടുക്കിൽ ഒരു ചെടിപ്പടർപ്പിൽ പിടിച്ചു നിന്ന കേതൻ പിന്നീട് മുകളിലേക്ക് കയറിയപ്പോൾ സിയ പാമ്പ് പാമ്പ് എന്നുറക്കെ വിളിച്ച് പരിഭ്രമം കാട്ടി. പാമ്പിനെ കണ്ട പരിഭ്രമത്തിൽ അറിയാതെ തള്ളിയിട്ടതാണ് എന്ന് കേതൻ തെറ്റിദ്ധരിച്ചു. ഇരുവരും പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിങ്ങിന് വേണ്ടി ബാലിയിലേക്കൊരു യാത്ര ഫിക്സ് ചെയ്തിരുന്നു. ബാലിയിലേക്കുള്ള യാത്രാമധ്യേ കേതൻ്റെ പാസ്പോർട്ട് ബോധപൂർവം സിയ പൗച്ചിൽ നിന്നെടുത്ത് നശിപ്പിച്ച് കളഞ്ഞു. വിമാനത്താവളത്തിലെത്തിയപ്പോൾ കേതന് പാസ്പോർട്ടില്ല. അങ്ങനെയാണ് യാത്ര മുടങ്ങിയത്. ലോഹഗഡ് കോട്ടയിലെ കൊക്കയിലേക്ക് കേതൻ പതിച്ചതിന് തൊട്ടു പിന്നാലെ പോലീസ് CCTVകൾ ശക്തമായി നിരീക്ഷിച്ചു. ആ CCTV ദൃശ്യങ്ങളിൽ ഒരു ദൃശ്യം അത് കേസന്വേഷണത്തിനേറെ സഹായകരമായി. ഹുഡി ധരിച്ച് ഒരാൾ കേതനെയും സിയയും പിന്തുടരുന്നതായി കണ്ടെത്തുകയായിരുന്നു. ഹുഡിയുടെ മുൻഭാഗം വളരെ താഴ്ത്തി വെച്ചതുകൊണ്ട് മുഖം വ്യക്തമല്ല. ഹുഡിക്ക് മുകളിലായി ഒരു ഹെഡ്സെറ്റും ധരിച്ചിരുന്നു. മറ്റൊരു CCTV ദൃശ്യത്തിൽ സിയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതും ഹുഡി ധരിച്ച വ്യക്തി പെട്ടെന്ന് അവിടെ തന്നെ ഇരിക്കുന്നതും പോലീസ് കണ്ടെത്തി. ജൂൺ 18 പ്രദേശത്ത് 33 ഡിഗ്രി ചൂട്. ഈ ചൂടിൽ എന്തിനാണ് അവൻ ഹുഡി ധരിച്ച് അവിടെ എത്തിയത്? ഈ സംശയം ഒടുവിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ നിവർത്തുന്നതിലെത്തി. സിയ ഗോയലും ചേതനും ചേർന്ന് കേതനെ കൊലപ്പെടുത്താൻ മുൻപ് പലവട്ടം ശ്രമിച്ചിരുന്നതിൻ്റെ തെളിവുകളും തുടർന്ന് പോലീസിന് ലഭിക്കുന്നു. ട്രെക്കിങ്ങിനിടെ സെൽഫി എടുക്കുമ്പോൾ അബദ്ധത്തിൽ വീണതാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു സിയയുടെ ലക്ഷ്യം. ഈ മരണത്തിന് തൊട്ടു പിന്നാലെ എൻ്റെ ജന്മദിനത്തിൽ നീ എന്തിനെന്നെ വിട്ടുപോയി എന്ന തലത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ നിരവധി കുറിപ്പുകൾ, സ്റ്റോറികൾ. സിയയുടെ ജന്മദിനമായിരുന്നുവെന്ന്. ജന്മദിനം ആഘോഷിക്കാൻ കേതനെ നിർബന്ധപൂർവ്വം ലോഹഗഡിലേക്ക് അവൾ വിളിച്ചു കൊണ്ടുപോകുന്നു. ട്രെക്കിങ്ങിനിടെ സെൽഫി എടുക്കുന്നതിനിടയിലാണ് കേതൻ കൊക്കയിലേക്ക് വീണ് മരിച്ചത് എന്ന് വീട്ടുകാർ, കുടുംബാംഗങ്ങൾ ആദ്യം കരുതി. വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു. അത് സൗഹൃദമായി വളരുന്നു. പ്രണയമായി അത് ശക്തിപ്പെടുന്നു. അതിനിടയിൽ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച യുവാവുമായും അവൾ ഉറ്റബന്ധം പുലർത്തുന്നു. കാമുകനെ വേണോ അതോ പ്രതിശ്രുത വരനെ വേണോ? കാമുകനെ മതി എന്നവൾ നിശ്ചയിക്കുന്ന നിമിഷം പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താനുള്ള തീരുമാനം. സിയ ഗോയലിനെയും കാമുകൻ ചേതൻ ചൗധരിയെയും പോലീസ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ പല ദുരൂഹതകളും മറനീക്കി പുറത്തേക്ക് വന്നു. കേതൻ അഗർവാളിനെ കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം, കൊലപ്പെടുത്തിയ രീതി, പ്രതികളുടെ പശ്ചാത്തലം എന്നിവയൊക്കെ പരിശോധിച്ച പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു: സിയ ഗോയൽ ഒരു കൊടും ക്രിമിനലാണ്. ആർക്കും ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്തതാണ് അവളുടെ മനഃശാസ്ത്രം. കഴിഞ്ഞ നവംബർ മുതൽ മാത്രമാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത്. മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ഒരു കൊടുംക്രൂര കൊലപാതകമാണ് സിയയും ചേതനും ചേർത്ത് നടത്തിയത്. കേതൻ അഗർവാൾ എന്ന ഒരു യുവ വ്യവസായി, ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളുള്ള വീട്ടുകാർക്കും നാട്ടുകാർക്കും ബിസിനസ് കുടുംബത്തിലെ മറ്റ് പ്രവർത്തകർക്കുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വം. കേതന് പ്രണയം സത്യമായിരുന്നു. അവൻ സിയയെ തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ചു. എന്നാൽ സിയ അവനെ കൊലപ്പെടുത്താൻ ഒരു തക്കം പാർത്ത് നടന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.